ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത, ദൈവത്തിന് സ്തോത്രം. നിന്റെ തലമുറ ആമീൻ ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. എന്റെ യേശു കഷ്ടത്തെ ജയിച്ചവനത്രേ, കഷ്ടത്തെ ജയിച്ചവനത്രേ, ഇന്നവൻ ജയാളിയത്രേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തു. ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു. ഈ എപ്പിസോഡിലും നിശ്ചയമായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് മറക്കാനൊക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് ഈ TV പ്രോഗ്രാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായി ഒരു തിരുവെഴുത്ത് വായിക്കാം. കർത്താവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നവളാണ്. വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എഫെഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20-21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ധന്യനായ പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ഈടുറ്റ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ വളരെ വ്യക്തമായി എഴുതിയ ചില കാര്യങ്ങളിൽ നിന്നാണ് ഈ ദൂത് വിവരിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. വേദപണ്ഡിതാക്കൾ എഫെസ്യ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്നാണ് വിളിക്കുന്നത്. അത്ര ഈടുറ്റ വാക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയാം ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കും. ഏതൊരു ദൈവ പൈതലിനും ശക്തി നൽകുന്നതായ ഇതിലെ വാക്യങ്ങൾ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഹല്ലേലൂയ. അപ്പം നമ്മൾ അറിയാത്ത ഏതോ ഒരു ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന പൗലോസ് വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നനയ്ക്കാന്ന് പറഞ്ഞാൽ എന്തോ? വിചാരിക്കുക, ചിന്തിക്കുക. ആമേൻ. അതിലധികമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ബൈബിൾ പറയുക, പൗലോസ് പറയുക, പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തോട് ചോദിക്കാൻ റൈറ്റ് ഉണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയ്ക്കകത്ത് ചോദ്യമുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ ദൈവത്തോട് ചോദിക്കാത്ത വലിയ വിഷയമുണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ തീരുമാനിക്കണം, ഞാൻ ഇനി മുതൽ എൻ്റെ ദൈവത്തോട് ചിലതൊക്കെ ചോദിക്കാൻ പോവാ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയാ, നീ ചോദിക്കണം. നീ ചിന്തിക്കുന്നതിനപ്പുറം ആ റിസൾട്ട് വരാൻ പോകുന്നു. ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മളിൽ പലരും 5 വർഷം കൊണ്ട് ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യമുണ്ട്. പക്ഷെ എങ്ങനെ ചോദിക്കണം, ആര് ചോദിക്കണം, എപ്പോൾ ചോദിക്കണം, എങ്ങനെ ചോദിച്ചാൽ കിട്ടും, അതാ ഇന്നത്തെ പ്രസംഗം. ഹല്ലേലൂയ.
ചോദിച്ചിട്ട് കിട്ടാത്ത വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. നിന്റെ ചോദ്യത്തിന്റെ റിസൾട്ട് നിന്റെ കൺമുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തുക. പക്ഷെ ദൈവം ഉറപ്പ് തരിക, ചോദിക്കുന്നതല്ല തരുന്നത്, ചിന്തിക്കുന്നതല്ല തരുന്നത്, അതിനേക്കാൾ മേൽത്തരമായത് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി യേശു തരുവാൻ പോകുകയാണ്. അതെന്താന്ന ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഹല്ലേലൂയ. എല്ലാവർക്കും ചോദിക്കാൻ കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, മകനാണെങ്കിൽ മകൻ അപ്പനോട് എന്ത് ചെയ്യാം? ചോദിക്കാം. അങ്ങനല്ലയോ? ഹല്ലേലൂയ. എല്ലാവർക്കും ചോദിക്കാൻ റൈറ്റ് ഇല്ല. കൈ കൊടുത്ത് പറയാം, എല്ലാവർക്കും ചോദിക്കാൻ അവകാശമില്ലെന്ന് പറ. ചുമ്മാ യോഗത്തിന് ഇങ്ങോട്ട് വന്ന് കയറി ഇരുന്നത് ചോദിച്ചാൽ ഒന്നും എൻ്റെ പൊന്നു പറഞ്ഞാൽ കിട്ടുകയില്ല. ആമേൻ. കിട്ടണമെങ്കിൽ നീ മകനാകണം, യേശു നിന്റെ അപ്പനാകണം. ഹല്ലേലൂയ. നീ മകനാകണം, യേശു നിന്റെ അപ്പനാകണം. ഇന്ന് രോഗസൗഖ്യം തരാൻ യേശു തയ്യാറാ. കടഭാരം മാറ്റാൻ യേശു തയ്യാറാ. ബന്ധനങ്ങൾ അടിക്കാൻ യേശു തയ്യാറാ. ശാപങ്ങൾ പൊട്ടിക്കാൻ യേശു തയ്യാറാ. പക്ഷെ അതിനൊരു വഴിയുണ്ട്. ചുമ്മാ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. വ്യവസ്ഥ മകനാകണം. ഈ മോനായ കിട്ടുമെന്നുള്ളതിന് യേശു ഭയങ്കര ഒരു എക്സാമ്പിൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യം. മാത്യു ചാപ്റ്റർ 7 verse 9. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മകൻ അപ്പം ചോദിച്ചാൽ അവർക്ക് കല്ല് കൊടുക്കുന്ന അപ്പൻ ആരുണ്ട്? ഹല്ലേലൂയ. ഒട്ടും ആശങ്കപ്പെടണ്ട, ഇതൊരു മറുപടിയുടെ പകലാ. ചോദിക്കാൻ റെഡിയായിക്കോ, അപേക്ഷിക്കാൻ റെഡിയായിക്കോ, പ്രാർത്ഥിക്കാൻ റെഡിയായിക്കോ. ചോദിക്കുന്നതിനപ്പുറം തരാൻ, നിലയ്ക്കുന്നതിനപ്പുറം തരാൻ. ഓ റബല ഹംദന. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തിന്റെ ആഹാരം എത്തിക്കുന്ന യേശു ഇന്ന് പകൽ അടങ്ങിയിരിക്കത്തില്ല. നിന്റെ മറുപടി വെളിപ്പെടാൻ പോലെയാണ്, നിന്റെ വിടുതൽ വെളിപ്പെടാൻ പോലെയാണ്. വിശ്വസിക്കാമെങ്കിൽ ഒരു പടി കയറി പറയാം, ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നീ ചോദിച്ചെന്നെ മറുപടി നിനക്ക് കാണാം. വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ചോണം ദൈവത്തോട്. എവിടൊക്കെയോ യേശുവിന്റെ കൈ ചലിച്ചോണ്ടിരിക്കുക. ചോദിക്കുന്നവർക്ക് ദൈവം തരാൻ പോകുക, പ്രാർത്ഥിക്കുന്നവന് ദൈവം തരാൻ പോകുക. യേശുവിനോട് ചോദിച്ചുള്ള പ്രത്യേകത, 7 കൊല്ലം കഴിഞ്ഞല്ല യേശു തരുന്നേ. ചോദിച്ചാൽ അന്നേരം തരും. കൈ കൊടുത്തോളെ, ചോദിച്ചാൽ അന്നേരം തരും എന്ന് പറ. പ്രീസലോട് പറയല, കൈ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചോണ്ട്, ചോദിച്ചാൽ അന്നേരം തരും. ബാബാസി. ചിലർക്ക് ഇന്ന് പകൽ രോഗസൗഖ്യം തരും. ചിലർക്ക് ഇന്ന് പകൽ കടഭാരങ്ങൾ അഴിഞ്ഞു പോകും. ചിലർക്ക് ഇന്ന് പകരം 8 വർഷം പഴക്കമുള്ള മന്ത്രവാദങ്ങൾ പാർക്കുന്ന വീട്ടിൽ നിന്ന് കെട്ടഴിഞ്ഞു പോകും. ചോദിക്കുന്ന ചിലർക്ക് തരാൻ പോവാതെയോ. ഓ റബല ഹംദന ബൗതസിയ. ഒഴിയ ബാധ പോലെ നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ദുഷ്ട പരമ്പരകൾ യേശുവിന്റെ നാമത്തിൽ കെട്ടഴിഞ്ഞു പോവുക. Glory to God. എനിക്കറിയാം കർത്താവ് ഇന്ന് ഭയങ്കര കാര്യങ്ങൾ ചെയ്യൂടെ. അപ്പൊ നമ്മൾ ആരാധനയ്ക്കിടയ്ക്ക് എന്തോ ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം. മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന അപ്പനുണ്ടോ? അടുത്തത്, മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഒരു നെയ്മീൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ, അല്ലെ നെയ്മീൻ വിടാം. ഒരു കരിമീൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ചേരെ പിടിച്ചു കൊടുക്കുന്ന അപ്പനുണ്ടോ? സ്വോത്രം. അടുത്തത്, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ. നിന്റെ മോൻ ലഡു വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയുമ്പോൾ ലഡുവിന്റെ കൂടെ 2 മുട്ടപ്പപ്സും അതിന്റെ കൂടെ 3 ജിലേബിയും വാങ്ങിച്ചോണ്ടിരാൻ നീ മിടുക്കനാണ്. അവൻ ഞാൻ നിന്നെ മറക്കുമെന്നാ ചോദ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചോദിച്ചതല്ല കിട്ടാൻ പോകുന്നേ, ചിന്തിച്ചതല്ല കിട്ടാൻ പോകുന്നേ, അതിനപ്പുറത്ത് ആ വിചാരിക്കാത്തത്, പ്രതീക്ഷിക്കാത്തത്, നടക്കാത്തത്, വെളിപ്പെടാത്തത്, സംഭവിക്കാത്തത് ഇന്ന് വരെ തരാൻ റെഡിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കണം വലുത്, ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. അതിൻ്റെ കാര്യം പറയാം, നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് പറയാം. ഒന്ന് നമ്മൾ മക്കളാകണം. ഒന്ന് നമ്മൾ എങ്ങനെ മക്കളാവുന്നേ? അങ്ങനെ മറ്റത്തിൽ വീട്ടിലെ ചാക്കോയുടെ മകൻ പൈലി എങ്ങനാ മക്കളാവുന്നേ? എന്നും ചാക്കോയുടെ മോൻ തന്നെയാ പൈലി. പറയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന്, അവനെ കൈക്കൊള്ളണം. 2, അവന്റെ നാമത്തെ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊള്ളണം, യേശുവിന്റെ നാമത്തെ വിശ്വസിക്കണം. ആ നിമിഷം തന്നെ അവൻ ഒരു ദൈവ പൈതലായി. എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവൻ യേശു അപ്പച്ചന്റെ മോനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സംഭവിച്ചാൽ ഉടനെ നമ്മൾ ആരായി? ആമേൻ. മറ്റത്തെ വീട്ടിലെ ആമേൻ പൈലി യേശുവിൽ പൈലിയായി. ഹല്ലേലൂയ പറയണം. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പൊ ക്രിസ്തുവിന്റെ മക്കളാണ്. റോമാലേഖനം 8-ാം അധ്യായം എടുത്ത പെട്ടെന്ന് 17-ാമത്തെ വാക്യം വായിച്ച് എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. റോമൻ ചാപ്റ്റർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ മക്കളെങ്കിൽ അവകാശിയാകുന്നു. ചെല്ലു പറച്ചിലെടാ, വെള്ളത്തിൽ മുങ്ങാൻ പോയി ലോട്ടറി അടിച്ചതല്ല മോനെ, നിനക്ക് തെറ്റി. ഏറ്റവും വലിയ ലോട്ടറി യേശുവിന്റെ മോനായതാ. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരാമീൻ പറഞ്ഞാട്ട്. ചിലർക്കൊക്കെ തോന്നിട്ടില്ലയോ വലിയ വീടും? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ വീടും 1000 ഏക്കർ തോട്ടവും പോർച്ചിനകത്ത് 2 ബെൻസും 3 ഇനാവോയും കിടക്കുന്നത് കണ്ടപ്പം നിനക്ക് തോന്നി ആ വീട്ടിൽ ജനിച്ചാൽ കൊള്ളാമെന്ന്. ഞാൻ പറയാം, അതിനെക്കാട്ടി വലിയ സമ്പന്നന്റെ വീട്ടിൽ ജനിക്കാം. യേശുവിന്റെ മോനയച്ചാൽ മതി. ക്രിസ്തുവിൽ ഇരിക്കുന്നവൻ ദരിദ്രനല്ല, ക്രിസ്തുവിൽ ഇരിക്കുന്നവൻ സമ്പന്നനാണ്. യേശുവിൽ ഇരിക്കുന്നവൻ ദരിദ്രനല്ല, യേശുവിൽ ഇരിക്കുന്നവൻ ബഹുസമ്പന്നനാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഈ ദൂതനെ ഇന്ന് വിവരിച്ചുകൊണ്ട് വരാൻ പോവാ. അപ്പൊ നമ്മൾ മക്കളെങ്കിൽ ആരാണ്? റോമാലേഖനത്തിലെ ആ വാക്യം എപ്പോ പ്രസംഗിച്ചാലും എനിക്ക് ആവേശമാ. തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു. ബ്ലേഡുകാരുടെ വാതില് പോയി മുട്ടണ്ട. ആമീൻ. ബാങ്കിനോട് ലോൺ ചോദിച്ച് നിനക്കറിയണ്ട. ചോദിക്കേണ്ടവനോട് ചോദിക്ക്, അവൻ നിനക്ക് ചിലവൊക്കെ തരുവാൻ പോകുക. ഹല്ലേലൂയ. ഞാനൊരു സത്യം പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 23 വർഷമായി. ഇന്ന് വരെ ചോദിച്ചതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നാളെ ഒരു കാര്യം ചോദിച്ചാലും എൻ്റെ കർത്താവ് തരുന്നതല്ലേ ചെയ്യും. ഒരു കാര്യത്തിൽ എന്തെങ്കിലും കുറച്ചിട്ടില്ല, മേലാൽ കുറയ്ക്കത്തുമില്ല. ചോദിക്കാൻ തയ്യാറാക, ചിലതൊക്കെ യേശു നിനക്ക് തരാൻ പോകുക. എന്നോട് കർത്താവ് പറയുന്നു, ചില വീടുകൾക്കകത്ത് നിന്ന മാറത്തക്കവണ്ണം ദൈവം ചിലത് തരാൻ പോവുക. നിനക്കെതിരെയുള്ള അപവാദങ്ങൾ മാറത്തക്കവണ്ണം, ദേശത്ത് നിന്ന മാറത്തക്കവണ്ണം യേശു ചിലത് തരാൻ പോവുക. നിനക്ക് വേണ്ടത് രോഗസൗഖ്യമാണോ? ഇന്നത്തെ ശുശ്രൂഷയിൽ അത് കിട്ടും.
നിനക്ക് വേണ്ടത് കടം മാറുന്നതാണോ? ഇന്നത്തെ ശുശ്രൂഷയിൽ അത് കിട്ടും. നിനക്ക് വേണ്ടത് ശാപമോചനമാണോ? ഇന്നത്തെ ശുശ്രൂഷയിൽ അത് കിട്ടും. ചോദിക്കുന്നത് തരാൻ എൻ്റെ കർത്താവ് ശക്തനാ. ബൈബിൾ പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും തരും. പ്രാർത്ഥനയിൽ ചോദിക്കണം. ഹല്ലേലൂയ. ചോദിക്കാൻ ഒന്നാമത്തെ വ്യവസ്ഥ, നിങ്ങൾ എന്തായിരിക്കണം? മക്കൾ ആയിരിക്കണം. ബൈബിൾ പറയുന്നു, മക്കൾ എങ്കിൽ നിങ്ങൾ അവകാശികളാണ്. വായിക്കാം, റോമാലേഖനം 8:17 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഞാൻ മക്കളെങ്കിൽ എന്താണ്? അവകാശിയത്രേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. നിങ്ങളുടെ മുഖമൊക്കെ പ്രസന്നമായിട്ട് നമ്മൾ അവകാശികളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾക്ക് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ എന്നാ സന്തോഷം അല്ലേ? അത് കരഞ്ഞോണ്ടാന്ന് പറയുന്നത്. അയ്യോ, എനിക്കൊരു 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അങ്ങനല്ല, അയ്യോ അടിച്ച് ഒത്ത ഒരു ചാട്ടം അടിച്ചു. ഹല്ലേലൂയ. ദൈവം പറയാ, പിതാവിന്റെ മുഴുവൻ സമ്പത്തും നീ അതിന് അവകാശിയാകുക. അവകാശികളും അടുത്ത വാക്യം, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിന് നിങ്ങൾ കൂട്ടവകാശിയാകുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകത്തിലോട്ടൊന്ന് കയറാം. ദൈവത്തിനൊരു സ്തോത്രം. എനിക്ക് ഒരു കാര്യം അറിയാം, നമുക്ക് കർത്താവിനോട് ചോദിക്കാൻ വ്യവസ്ഥയുണ്ട്. ഒരാമയും പറയണം. നിങ്ങളുടെ ഏതാവശ്യവും പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ചോദിക്കാം. അതിന്റെ കാരണം പറയാം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആത്തത്തിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്നവനായ എൻ്റെ ദൈവം. ഒരാമയും പറയാം. ഏറിയ കുരുകിനേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. സഹോദരന്മാരെ, ഒരു സന്ദേശം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങൾ നിരാശപ്പെടേണ്ട. ചോദിക്കുന്നതിനപ്പുറം ദൈവം തരാൻ തയ്യാറാ. നമുക്ക് വേദപുസ്തകത്തിലെ 1-2 വാക്യത്തിലൂടെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഉൽപ്പത്തി പുസ്തകം എടുത്ത 15-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 1-4 വേഗത്തിൽ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട. ദൈവം പറയാം, അബ്രഹാമേ പേടിക്കേണ്ട, ഞാൻ നിന്റെ പരിചയം. ഈ ദൈവം എപ്പോ ഇടപെട്ടാലും ആദ്യം പറയുന്നൊരു കാര്യമാണ്, നീ പേടിക്കണ്ട. ഒരാമയും വരുന്നില്ല. രോഗത്തെ പേടിക്കണ്ട, കടത്തെ പേടിക്കണ്ട, നിന്റെ വസ്തുവിൽ അഴിച്ചുവിട്ട മന്ത്രവാദത്തെ പേടിക്കണ്ട, ശാപങ്ങളെ പേടിക്കണ്ട, പ്രതിസന്ധിയെ പേടിക്കണ്ട. എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദൈവം എപ്പോ ഇടപെട്ടാലും പറയും, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. എനിക്കറിയാം, ആത്മഹത്യ ചെയ്യാൻ വിഷക്കൊപ്പി വാങ്ങിച്ചോണ്ട് വെച്ചപ്പോ ഇടിവെട്ടുന്നല്ലോ ശബ്ദം. ഭയപ്പെടണ്ട, ഞാൻ കൂടെ ഉണ്ട്. വാങ്ങിച്ചു വെച്ച വിഷക്കുപ്പി എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് അവൻ താഴേക്ക് എറിഞ്ഞിട്ട് ഓടി വരിക യേശുവിനെ വിളിക്കാൻ. എന്താ കാര്യം? ഭയത്തെ പുറത്താക്കാൻ കർത്താവിനെ കഴിയത്തുള്ളൂ. അവൻ ശ്രദ്ധിക്കണം. അബ്രഹാമിനോട് ദൈവം പറയാം, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അടുത്ത വാക്യം. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? അതാ, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തോ തരും. നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ നീ എനിക്ക് എന്തോ തരും? ചിലപ്പോഴൊക്കെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ചോദിക്കണം, കർത്താവേ നീ എനിക്ക് എന്തോ തരും? ഒരാമയും പറയണം. കാരണം ചോദിച്ചത് കിട്ടാതിരിക്കുന്നവൻ അബ്രഹാം. ഒരാമയും പറയണം. 5 വർഷം ചോദിച്ചത് കിട്ടാത്തതും ഇന്നെന്റെ കർത്താവ് തരാൻ പോവാ. നീ എനിക്ക് എന്തോ തരും? ഉത്തരം വായിച്ചേ. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ ഏലിയസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. ദൈവം ഊഹാമോഹം പറയത്തില്ല. പറഞ്ഞാൽ ദൈവം കറക്റ്റായി പറയും. ഒരാമയും പറയണം. ദൈവം പറഞ്ഞു, ദമ്മേശേക്കുകാരൻ എലയാസർ നിന്റെ അവകാശിയാകത്തില്ല. ആമേൻ.
നിന്റെ കടിപ്രദേശത്ത് നിന്ന് സന്തതി പുറത്തു വരാൻ പോവാ. ഹല്ലേലൂയ പറയണം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചോദിച്ചതിനപ്പുറമാ ദൈവം തരാൻ പോകുന്നേ. വിശ്വസിക്കണം. നീ ഇന്ന് പകൽ പേപ്പറിൽ 25 പ്രാർത്ഥനാ വിഷയം കൊണ്ടുവന്നെങ്കിൽ നീ മറന്നു കളഞ്ഞ വിഷയത്തിന് വരെ യേശു ഇടപെടാൻ പോവുക. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ പിടിക്കാതെ നടക്കാൻ ബുദ്ധിമുട്ടാ ആന്നോ? ആ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും. എത്ര നാളുകൊണ്ട് പിടിക്കാൻ നടക്കത്തില്ല? 1.5 വർഷം കൊണ്ട് ഈ അമ്മച്ചി പിടിക്കാതെ നടക്കത്തില്ല. ഈ അമ്മച്ചി ഓടി നടക്കാമോ? വിശ്വാസം ഉണ്ടോ ഈ അമ്മച്ചി നടക്കുമെന്ന്? ആ, സൗഖ്യമാകട്ടെ ഈ അമ്മച്ചി. നടുവിന് എല്ലിന് പൊട്ടൽ തേയ്മാനമുണ്ട്. ആ, അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. നടുവിനോട്ട് കൈ പിടിച്ചോ. അമ്മച്ചി പോകത്തില്ല. നേരെ നിന്നോ, നേരെ നിന്നോ. അമ്മച്ചി സ്ട്രോങ് ആയിട്ട് നിന്നേ. ഇപ്പം സൗഖ്യമാവേ. നടക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആ, ഈ കൈയൊക്കെ ഇങ്ങോട്ട് താ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. പ്രാർത്ഥിക്കുന്നു. കേട്ടോ, എൻ്റെ കൈതാ. ബാ ബാ. കാലിപ്പോൾ പറിച്ച് വെക്കണം മുമ്പോട്ട്. ഇങ്ങനെ ആ, കാല് പറിച്ച് നടന്നാട്ട്. ആ ആ, ധൈര്യമായിട്ട്. എങ്ങനെയുണ്ട് ഇപ്പം? നടന്നോ? 1.5 വർഷം കൊണ്ട് നടക്കാത്തത് നടന്നോ? ഇങ്ങോട്ട് വന്നേ. ഇതാരാ? നിങ്ങളുടെ അമ്മയാ? ആ, അവിടെ പറഞ്ഞിലോട്ട് വന്ന്. 1.5 വർഷമായിട്ട് അമ്മ ഇങ്ങനെ നടക്കുമായിരുന്നോ? പിടിച്ച് എഴുന്നേൽപ്പിക്കണമായിരുന്നു. നടന്ന് പിടിച്ചുകൊണ്ട് വേണമായിരുന്നു. 1.5 വർഷം കൊണ്ട്. ഇന്ന് 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പിടിക്കാതെ നടക്കുന്നത്. പിടിക്കാതെ നടക്കാവോ? സന്തോഷമായോ? കൈയൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മറ്റേ കൈ ഇവിടെ പോയി. 2 കൈ പൊക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചോണയുള്ള ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ, ഒത്തിരി ചോണയൊരു ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമാകട്ടെ. നടു സൗഖ്യമാകട്ടെ. നടു സൗഖ്യമാകട്ടെ. നടു സൗഖ്യമാകട്ടെ. നടു സൗഖ്യമാകട്ടെ. കുനിഞ്ഞേ, ധൈര്യമായിട്ട്. ഉണ്ടോ വേദന? ഇല്ല. 1 വർഷം കൊണ്ട് ഇങ്ങനെ കുനിയാനൊക്കത്തില്ലായിരുന്നു. യേശു അത്ര സൗഖ്യമാക്കിയത്. കുനിയാത്തതിനെ കർത്താവ് കുനിക്കുക. പൊക്കാട്ടെ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ. പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലം നിൽക്കാം. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യത്തിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ വാക്തത്വങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന യേശുവേ, ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നു.
അവർ അവിശ്വസ്തതയെ കെടുത്തുന്ന എല്ലാ പൈശാചികത്വവും വഴിമാറിപ്പോകട്ടെ. അവർ വിശ്വസ്തരെന്ന് തെളിയിക്കപ്പെടട്ടെ കർത്താവെ. തടസ്സങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിന്മേൽ ജയമെടുക്കുക കർത്താവെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ട് താഴെയുള്ള പ്രയർ ലൈനിൽ ഉടൻ വിളിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതായിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻറ്ററിൽ വരിക. രാവിലെ 9:30 ആരാധന തുടങ്ങും. ഈ ആഴ്ച നമുക്ക് ഒന്നിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങൾ ഈ TV പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയണം. നിങ്ങൾക്കും ഇതിൽ ഭാഗവാക്കാകാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.